മക്കളെ, ജെറുസലേം പ്രയർ ലൈനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും, പ്രത്യേകിച്ച് വിവിധങ്ങളായ രാജ്യങ്ങളിലും വിവിധങ്ങളായ ആശുപത്രികളിലും ഭവനത്തിലും കഴിഞ്ഞുകൂടുന്ന സർവ മക്കളെയും യേശുവിന്റെ ആണിപ്പാടുള്ള കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. ഭവനങ്ങളിലിരുന്ന് വേദനിക്കുകയും കരയുകയും ചെയ്യുന്ന സർവ മക്കൾക്കും ഒരു ആശ്വാസവാക്ക്, ഒരു സ്വാന്തന വചസ്സാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. നാം വേദനിക്കുമ്പോൾ വേദനിക്കുന്ന ഒരു ദൈവമുണ്ടല്ലോ. നാം കരയുമ്പോൾ നമ്മോടൊപ്പം കരയുന്ന ദൈവത്തെ കണ്ടിട്ടുണ്ടോ? ഇതാ വചനമാകുന്ന യേശു നമ്മോട് സംസാരിക്കുന്നു. യെരമ്യ 30:17, ഞാൻ വീണ്ടും നിനക്ക് ആരോഗ്യം നൽകും, നിന്റെ മുറിവുകൾ ഞാൻ സുഖപ്പെടുത്തും. മക്കളെ, മുറിവുകൾ നമ്മെ വിശുദ്ധീകരിക്കും. മുറിവുകൾ നമ്മെ വ്യത്യസ്തരാക്കും. മുറിവുകൾ നമ്മെ വിജ്ഞാനികളാക്കും. ജീവിതത്തിൽ കണ്ണുനീരും സന്തോഷവും രോഗവും ദുരിതവും ആപത്തും അവഗണനയും എല്ലാം ഉണ്ടാകും. എന്നാൽ മുറിവുകളെ സുഖപ്പെടുത്തുന്ന ഒരു കർത്താവ്, മുറിവുകളിൽ നമ്മെ ശക്തിപ്പെടുത്തുന്ന ദൈവം, ആ ദൈവത്തെ നിനക്ക് പരിചയമുണ്ടോ? പ്രകൃതിയിലെ ഭാവം മാറി മറയുന്നത് പോലെ എല്ലാം മാറി മറഞ്ഞു വരും. എന്നും സന്തോഷമുണ്ടാകുകയില്ലല്ലോ. എല്ലായ്പ്പോഴും രോഗം വരികയില്ലല്ലോ. സ്നേഹിക്കപ്പെടലും വെറുക്കപ്പെടലും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതിന്റെ സാക്ഷികളല്ലേ മക്കൾ നമ്മൾ ഓരോരുത്തരും. നഷ്ടവും നേട്ടവും ഉയർച്ചയും അകൽച്ചയും ഒക്കെ അനുഭവിച്ചല്ലേ ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന ഭൂരിഭാഗം മക്കളും വളരുന്നത്. ഇപ്പോൾ ഭവനത്തിലും ആശുപത്രിയിലോ വരാന്തയിലോ ഇരുന്ന് കരയുന്ന എത്ര മക്കൾ. ഇന്റൻസീവ് കെയർ യൂണിറ്റിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് വാവിട്ട് കരയുന്ന മക്കളുടെ കരച്ചിലിന്റെ സ്വരം ഞാൻ കേൾക്കുന്നുണ്ട്. ക്യാൻസർ രോഗികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ട്യൂമർ രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കിഡ്നി രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹൃദയരോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പുരുഷ സഹജമായ രോഗങ്ങൾ, സ്ത്രീ സഹജമായ രോഗങ്ങളുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സംസാര ശക്തിയില്ലാത്ത ഊമന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചെവി കേൾക്കാൻ പറ്റാത്തവര്, ചില കുഞ്ഞുങ്ങൾ പ്രത്യേകമായി ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ളവര്, ഡൗൺ സിൻഡ്രം ഉള്ളവര്, കടബാധ്യതകളാൽ ആത്മഹത്യയുടെ വക്കോളം എത്തി നിൽക്കുന്നവര്, ഇവർക്കൊക്കെ വേണ്ടി ഒരു വലിയ സമൂഹം പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. ആരും നഷ്ടതരിയായി തീരരുത്. ഈശോ പറയുന്നു, ഞാൻ വീണ്ടും നിനക്ക് ആരോഗ്യം നൽകും, നിന്റെ മുറിവുകൾ ഞാൻ സുഖപ്പെടുത്തും. ദൈവമേ, എത്രയെത്ര കണ്ണുനീരിന്റെ ഓർമ്മകളാണ്, എത്രയെത്ര ദുഃഖത്തിന്റെ നിലവിളികളാണ്, എത്രയെത്ര ഒറ്റപ്പെടലിന്റെ വേദനകളാണ് ഓരോ കുടുംബങ്ങളിൽ നിന്നും ഈ സമൂഹത്തിൽ നിന്ന് പലരിൽ നിന്നും ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി ഞങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിമളവും ഈ പ്രയർ ലയൻ ലിങ്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ കാത്തിരിക്കുന്ന സർവ്വ മക്കൾക്കും അത് എവിടെയെല്ലാം എത്തിച്ചേരുന്നുവോ അവിടെയെല്ലാം സൗഖ്യവും വിടുതലും സന്തോഷവും മാനസാന്തരവും സംഭവിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.